നമസ്തേ ഓൾ. ഇന്ന് തൊട്ട് നമ്മൾ ആയുർവേദ റിസർച്ച് ഓഫീസർ CCRS റിസർച്ച് ഓഫീസറിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി സിലബസ് എല്ലാവരും കണ്ടിരിക്കും, എന്നാലും ഒന്നും കൂടി സിലബസ് ഒന്ന് നോക്കാം. ഇതിൽ 70 മാർക്സ് ആണ് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. പിന്നീട് 30 മാർക്സും ഇന്റർവ്യൂ ആണ്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റിട്ടേൺ എക്സാമിൽ എന്ത് വേണം? ക്വാളിഫൈ ചെയ്തിരിക്കണം. അപ്പൊ അതിൽ 70 മാർക്സ് ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. 35 മാർക്സ് ആയുർവേദ പോർഷൻസിൽ നിന്നും 25 മാർക്ക് എങ്ങനെയാണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സും, ബാക്കി 10 മാർക്സ് ആണ് നമുക്കൊരു ജനറൽ അവയർനെസ്സും റീസണിങ് ആൻഡ് IT കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ ഇതിൽ ജനറൽ നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. 2-3 ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ഉണ്ടാവാം. റീസണിങ് ഒരു പക്ഷേ എളുപ്പമുള്ളതായിരിക്കാം. അപ്പോൾ ഒരു 2 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിന്ന് ഒരു 2 ക്വസ്റ്റ്യനോ ഒക്കെ വന്നിട്ട് 10 മാർക്സ് കവർ ചെയ്യാം. ബാക്കി നമുക്ക് സ്കോർ ചെയ്യുന്നത് എവിടേക്കാണ്? 35 മാർക്സ് ആയുർവേദം ഉണ്ട്. അപ്പൊ ആയുർവേദത്തിൽ 35 മാർക്സ് എന്ന് പറയുന്നത് പൊതുവെ കണ്ടുവരുന്ന ഒരു സ്റ്റൈല് വളരെ പെരിഫറൽ ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ആകെ 35 മാർക്കിനല്ലേ ഇത് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെരിഫറൽ ആയിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുമാണ് അല്ലെങ്കിൽ ആ ഏരിയസിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്. പിന്നെ വരുന്ന 25 മാർക്സ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ 25 മാർക്കിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാണ്? ആയുർവേദം എൻറ്റിയർ ഫുൾ സിലബസ് പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് 35 മാർക്സിലേക്ക് എത്തുന്നത്. പക്ഷെ റിസർച്ച് മെത്തഡോളജി സ്റ്റാറ്റിസ്റ്റിക്സും അത്യാവശ്യം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടം ദിവസങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വലിയ വീഡിയോ ആണെങ്കിൽ നമ്മൾ അത് എവിടെ വരെ പഠിക്കണം എന്നുള്ളത് ഓരോ ദിവസം നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ 10 ദിവസം കൂടുമ്പോഴാണ് എക്സാംസ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മളൊരു 7 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഈ വീഡിയോസ് ഫുള്ളും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 2 ദിവസം വേറൊരു ടോപ്പിക്സ് എങ്ങാനും നോക്കിയിട്ട് വേണം 10th ഡേ എക്സാം എഴുതി നോക്കാൻ. കാരണം നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടോ എന്നും കൂടി അറിയണ്ടേ. അല്ലെങ്കിൽ നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ഒരു വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് എക്സാം പെട്ടെന്ന് തന്നെ നടക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനുള്ളിൽ എല്ലാ പോർഷൻസും കവർ ചെയ്ത് എത്തണം. അപ്പൊ നമ്മൾ എന്നും എടുക്കുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് അതാത് ദിവസം തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാത്രി 7 മണിക്കായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് രാത്രി 7 മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം 7 മണി ആകുമ്പോഴേക്കും ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോസ് കണ്ടു തീർക്കുക, അത് പഠിച്ചു തീർക്കുക. ഓക്കെ, അതിന് ശേഷം അടുത്ത ദിവസത്തേക്കുള്ളത് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് പഠിച്ചു പോവാം. ലോങ് വീഡിയോസ് ആണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു വലിയൊരു ടോപ്പിക്സ് ആണെങ്കിൽ നമുക്ക് 2 ദിവസം പഠിക്കേണ്ട ഗ്യാപ്പിലാണെങ്കിൽ അത് അങ്ങനെ നമുക്ക് പഠിക്കാൻ പ്രശ്നമില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും ഡിവൈഡ് ചെയ്ത് പോർഷൻസ് പഠിച്ചു പോകണം. നമുക്ക് പെട്ടെന്ന് തന്നെ എക്സാം ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, എല്ലാ ദിവസവും ഓൾറെഡി പഠിക്കാം. ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.